എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണക്ക നെത്തോലി വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഉണക്ക നെത്തോലി ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കഴുകി വൃത്തിയാക്കി നമുക്കിത് എടുത്തിട്ട് വരാം. ഇതപ്പോൾ ഉണക്കമീൻ ഞാനിവിടെ നുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മാറ്റി വയ്ക്കാം. ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാനിവിടെ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വേണം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നേരത്തെ നമ്മൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ ഉണക്കമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ഉണക്കമീൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ, കുറച്ച് മുളക് പൊടി, വെളുത്തുള്ളി, പുളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ടെടുക്കാം. ഉണക്കമീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ച് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക നെത്തോലി തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മീനൊക്കെ കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മൾ ഇതേപോലെ നെത്തോലി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്